അല്ല, അത് കാണേണ്ട കാര്യം രണ്ട് ഡീലാണ്, രണ്ട് മലീഷ്യസ് ഡീൽ, രണ്ട് അധാർമികമായ കച്ചവടമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിലൊന്ന് കള്ളാണ്, മറ്റൊന്ന് കടലാണ്. കേരളത്തിലെ കടകൾ നിറയെ ബെക്കാഡിയും കടൽ നിറയെ അദാനിയുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മന്ത്രം. ഇവിടെ ഇന്നലെ ശ്രീ കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം കണ്ടു കഴിഞ്ഞ ദിവസത്തെ. ആ പ്രതികരണത്തിൽ സത്യസന്ധതയുണ്ടോ, ആത്മാർത്ഥതയുണ്ടോ എന്ന് ശ്രീ കെ സി വേണുഗോപാൽ വ്യക്തമാക്കണം. അങ്ങനെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ കെ സി പറഞ്ഞത് കേരളം ഭരിക്കുന്നത് BJP ആണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ശ്രീ കെ സി പറഞ്ഞൊരു കാര്യം, അദാനിക്കെതിരെ യുദ്ധം നയിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ എങ്ങനെ അദാനിക്ക് ധൈര്യം വന്നു എന്നാണ് ചോദിച്ചത്. ആ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടോ? അങ്ങനെയെങ്കിൽ ശ്രീ VD സതീശൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ദുരൂഹമായ മംഗലപുരം യാത്രയെക്കുറിച്ചും അവിടെ വെച്ച് അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റുമായി അദ്ദേഹം നടത്തിയ ദുരൂഹമായ കൂടിക്കാഴ്ചയെക്കുറിച്ചും ശ്രീ കെ സി വേണുഗോപാലിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് വ്യക്തമാക്കണം. ശ്രീ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം എന്താണ് എന്ന് വ്യക്തമാക്കണം. ഇവിടെ കാണേണ്ട ഒരു കാര്യം, രാജ്യത്തെമ്പാടുമുള്ള കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടത്തുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് എന്താണ്? രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ വിമാനം പിടിച്ച് ഡൽഹിയിൽ വന്ന് AICC പ്രസിഡന്റിനെ കാണും, കോൺഗ്രസ് പ്രസിഡന്റിനെ കാണും. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ ആ പതിവ് തെറ്റിച്ചു. അത് ശ്രീ VD സതീശനാണ്. അദ്ദേഹം കണ്ടത് പ്രസിഡന്റിനെ തന്നെയാണ്, പക്ഷേ കോൺഗ്രസ് പ്രസിഡന്റിനെയല്ല, അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെയാണ് പോയി കണ്ടത്. അപ്പോൾ ശ്രീ സതീശന് കോൺഗ്രസ് പ്രസിഡന്റിനേക്കാൾ മുഖ്യം അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റായിരുന്നു. കാര്യസാധ്യത്തിന് അതാണ് ശരിയായ വഴി എന്ന് ശ്രീ VD സതീശൻ തിരിച്ചറിഞ്ഞിരുന്നു എന്നല്ലേ അതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ ശ്രീ കെ സിയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളീ പറഞ്ഞത് ശരിയാണ്, രാഹുൽ ഗാന്ധി അങ്ങനെ യുദ്ധം നയിക്കുന്ന, അദാനിക്കെതിരെ യുദ്ധം നയിക്കുന്നയാളാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ രാഹുൽ ഗാന്ധിയെയും മറികടന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ തീരുമാനത്തെയും മറികടന്ന് അദാനി ഗ്രൂപ്പിന് കൈകൊടുത്ത അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റുമായി ദുരൂഹമായ കൂടിക്കാഴ്ച നടത്തിയ ആൾ പിന്നെങ്ങനെ മുഖ്യമന്ത്രി കസേരയിലെത്തി എന്നുകൂടി ശ്രീ കെ സി വ്യക്തമാക്കണം. ശ്രീ കെ സി പറഞ്ഞത് ആത്മാർത്ഥതയുള്ള സ്റ്റേറ്റ്മെൻ്റാണ് എങ്കിൽ അദ്ദേഹം ഈ കൂടിക്കാഴ്ചയുടെ ദുരൂഹതയെക്കുറിച്ചൊരു വ്യക്തമാക്കണം. ഇവിടെ ഇപ്പോൾ വരുന്ന പ്രശ്നം, നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോഴുണ്ടായ ഈ ഓഹരി കൈമാറ്റത്തിൽ കേരളത്തിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. കേരളത്തിൻ്റെ അവിടെ മൊണോപ്പൊളിയായി മാറുന്നതിൽ ഈ കപ്പൽ കമ്പനിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട മൊണോപ്പൊളി ഒരുപാട് ആശങ്കകൾ വന്നു കഴിഞ്ഞു. കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച്, വികസനത്തെ സംബന്ധിച്ച് ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ഈ ദുരൂഹമായ നീക്കങ്ങൾ നടത്തിയത് അടിയന്തരമായി നിർത്തിവെക്കണം. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല. ഈ ദുരൂഹമായ ഡീൽ, ആ ഡീൽ മംഗലാപുരം യാത്രയുടെയും അവിടുത്തെ കൂടിക്കാഴ്ചയുടെയും തുടർച്ചയാണോ എന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ടോ? MP ഒരു സംശയം, ഈ അദാനി എന്ന് പറയുന്നത് രാജ്യത്തെ എയർപോർട്ട്, പോർട്ടുകളുടെയൊക്കെ നടത്തിപ്പിൽ അവർക്കൊരു മോണോപ്പൊളി രാജ്യത്തുണ്ട്. ഈ MSC എന്ന് പറയുന്നത് രാജ്യാന്തര രംഗത്ത് സമാനമായിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ അതെങ്ങനെ കേരളത്തെ ബാധിക്കും എന്നുള്ളത് കേരളത്തിൻ്റെ MP യുടെ ഒരു അല്ല, വിലയിരുത്തൽ. അത് കേരളത്തിൻ്റെ ഇത് നമ്മളിപ്പോൾ അതിൽ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ലഭിക്കേണ്ട വരുമാനമുണ്ട്. ആ കേരളത്തിന് ലഭിക്കുന്ന വരുമാനം അത് സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഇത് നീണ്ടുപോകുന്നുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചുള്ള ആശങ്ക വ്യക്തമാക്കിയതാണ്. എന്തുകൊണ്ടാണെന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്, ഞങ്ങളിത് അറിഞ്ഞില്ല ഈ ഓഹരി കൈമാറ്റം. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി നടത്തിയ ഓഹരി കൈമാറ്റം, അങ്ങനെ ഒരു ഓഹരി കൈമാറ്റം നടത്താൻ ഏകപക്ഷീയമായൊരു തീരുമാനം എടുക്കാൻ അദാനി ഗ്രൂപ്പിന് അധികാരമില്ല. കേരള ഗവൺമെൻറ് അറിഞ്ഞ് നടത്തേണ്ട ഒരു കാര്യമാണ്. പറയട്ടെ, ഇല്ല, ഒരിക്കലുമല്ല. അല്ല എന്നും അറിഞ്ഞിട്ടില്ല എന്നും അതിൽ മുഖ്യമന്ത്രി സഭയ്ക്കുള്ളിൽ പറഞ്ഞപ്പോൾ മുഖ്യരക്ഷിക്കാൻ അങ്ങനെ പറയേണ്ടി വന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തർക്കം ഇപ്പം നിലവിലില്ല. കോൺഗ്രസ് നേതൃത്വത്തിനില്ല, മുഖ്യമന്ത്രിക്കില്ല. താങ്കൾ ഉന്നയിച്ച തർക്കം അദാനിയുടെ മാത്രം വാദമാണ്. അദാനിയുടെ വാദം ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ലല്ലോ.
രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അത് സംബന്ധിച്ചൊരു തർക്കം നിങ്ങൾ ഈ ഉന്നയിച്ച തർക്കമില്ല, അത് അദാനിയുടെ വാദം മാത്രമാണ്. എന്നിട്ട് അദാനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കരാറിലേക്കൊന്നും പോയിരുന്നില്ല എന്നൊരു മുൻകൂർ ജാമ്യം അവരെടുക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിൽക്കട്ടെ. അത് ഇവിടെ വരുന്നത് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വരുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള രണ്ട് ദുരൂഹമായ ഡീലുകൾ നടന്നിരിക്കുന്നു. അത് രണ്ടും എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതൊന്ന് ബെക്കാഡിയുമായി ബന്ധപ്പെട്ട ഡീലാണ്, രണ്ട് അദാനിയുമായി ബന്ധപ്പെട്ട ഡീലാണ്. ഇത് രണ്ടും വലിയ കൂട്ടുകച്ചവടത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. അപ്പൊ MSCയുടെ വിദേശ നിക്ഷേപം എന്തായാലും വേണ്ട. അല്ല, MSCയുടെ ഒരിക്കലും പാടില്ല. അത് കേരളത്തിന്റെ പൊതു താല്പര്യത്തെ ഹനിക്കുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കരാറും പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് MSCയുമായിട്ടായാലും ശരി, നാളെ വേറെ ഏതെങ്കിലും ഒരു ഷിപ്പിംഗ് കമ്പനിയുമായാലും ശരി, കേരള സർക്കാരിനെ, കരാറിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏകപക്ഷീയമായി അദാനിയുടെ ബിസിനസ് നടത്താൻ പറ്റുന്ന സ്ഥലമല്ല, അങ്ങനെ ഒരു സംവിധാനമല്ല. അദാനിയുടെ അവിടുത്തെ ഒരു പാർട്ണർ എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അദാനി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, എയർപോർട്ടുകൾ. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ അപ്പുറത്തെ വശത്ത് ഗവൺമെൻറ്റാണുള്ളത്, ഗവൺമെൻറ് ഓഫ് കേരള ആണുള്ളത്, ജനങ്ങളാണുള്ളത്. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിനോടുള്ള കോൺട്രാക്റ്റിനെ ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി പോകാൻ അവർക്കെന്ത് അവകാശം? ഇത് തന്നെയാണ് KC വേണുഗോപാലൻ ചോദിച്ച ചോദ്യം. പക്ഷേ ആ ചോദ്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ? ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എനിക്കറിയേണ്ട കാര്യം, അങ്ങനെയാണെങ്കിൽ അദാനി ഗ്രൂപ്പുമായി വലിയ യുദ്ധം നടത്തുന്ന ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി എങ്കിൽ, ആ രാഹുൽ ഗാന്ധിയുടെ നാട്ടിലെ ശ്രീ VD സതീശൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ VD സതീശൻ അതേ അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റുമായി മംഗലാപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ, ദുരൂഹമായ കൂടിക്കാഴ്ച, ശ്രീ KC വേണുഗോപാലിൻ്റെ അഭിപ്രായം പറയണം, ശ്രീ രാഹുൽ ഗാന്ധിയുടെ കമൻറ്റ് പറഞ്ഞു. അത് വരണ്ടേ? അത് വരുന്നില്ല. അത് വരാതെ രാഹുൽ ഗാന്ധി ഇപ്പോഴും യുദ്ധം നയിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? അത് വരട്ടെ. പിന്നെ ആ കൂടിക്കാഴ്ച നടത്തിയ ആൾ, അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് താല്പര്യമില്ലാത്ത ആളുമായി കൂടിക്കാഴ്ച നടത്തിയ, കമ്പനിയുമായി ദുരൂഹമായ ഒരു കൂടിക്കാഴ്ച നടത്തിയ ആൾ മുഖ്യമന്ത്രിയായെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ പവർ പോയിന്റൂടെ ഡൽഹിയിൽ രൂപപ്പെട്ടോ? അതും കോൺഗ്രസ് വ്യക്താക്കട്ടെ.